BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വഴിയിൽ റോഡ് ഗതാഗതം മോശമായി. അതിനാൽ ഈ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരി രംഗത്ത്. പിന്നാലെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന വിവരാവകാശ പ്രവർത്തകനായ K. ഗോവിന്ദൻ നമ്പൂതിരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ കൊച്ചിയിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുക പരസ്യപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നു. നേരത്തെ തന്നെ വെള്ളക്കെട്ട് വിഷയത്തിൽ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. വെള്ളക്കെട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാകണം. വെള്ളക്കെട്ടിലേക്ക് ക്രെഡിറ്റ് കോർപ്പറേഷൻ എടുക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. വെള്ളക്കെട്ടിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായിരുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലായിരുന്നു. അതേസമയം കാനകളിലെ ചെളി നീക്കാൻ വേണ്ടി മുടക്കിയ കോടികൾ കൊണ്ട് വാങ്ങിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടും കൊച്ചി നഗരം ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇതിൽ കൊച്ചി കോർപ്പറേഷന്റെ പിടിപ്പുകേടാണെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. പിന്നാലെ കൊച്ചിയിലെ നഗരവാസികളും വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. കൊച്ചി ബിനാലയുടെ മുഖ്യവേദിയായ ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ ഹൗസ് തീരരക്ഷാസേന ഏറ്റെടുക്കുന്നു. ഇതോടെ ഈ വർഷം നടക്കേണ്ട കൊച്ചി ബിനാലയുടെ 6ാം പതിപ്പ് പ്രതിസന്ധിയിലാകും. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വമ്പന്മാരായ DLFന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇന്ത്യൻ തീരരക്ഷാസേനയ്ക്ക് കൈമാറിയത്. ഇതിനോട് ചേർന്ന് 1.29 ഏക്കർ സർക്കാർ ഭൂമിയുണ്ട്. കൈമാറ്റത്തിന്റെ ഭാഗമായി DLF ഭൂമി അതിരു കെട്ടിത്തിരിച്ചു. കൊച്ചി തീരത്തെ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരരക്ഷാസേന ഭൂമി വാങ്ങുന്നത്. നേരത്തെ പ്രദേശത്ത് വേറെയും ഭൂമി വാങ്ങി 2018 ബിനാലയ്ക്ക് സ്ഥിരം വേദി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കൊച്ചി ബിനാലെ അടുത്ത വർഷം നടത്തുമെന്നാണ് സംഘാടകർ പറയുന്നത്. ആസ്പിൻവാൾ കെട്ടിടം കോസ്റ്റ് ഗാർഡ് വാങ്ങുന്നത് കൊച്ചിയിലെ സാംസ്കാരിക ടൂറിസം രംഗത്തിന് കനത്ത നഷ്ടമായി മാറുമെന്നും ബിനാലെ കൊച്ചിയിൽ തുടരുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ഇടപെട്ട് പ്രവർത്തിക്കുമെന്നും KJ മാക്സി MLA പറഞ്ഞു. 2012 തുടക്കം കുറിച്ച കൊച്ചി മുസ്ലിസ് ബിനാലയുടെ 6ാം എഡിഷനാണ് ഈ വർഷം നടക്കേണ്ടത്. ഇന്ത്യയിലെ 1ാം നിര അന്താരാഷ്ട്ര കലാപ്രദർശന മേളയായ ബിനാലെ വിദേശികളടക്കം ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നതാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. മലയാളികൾക്ക് അഭിമാനമായി കൊച്ചി വിമാനത്താവളം ഇന്ന് 25ാം വാർഷികം ആഘോഷിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം 1 വർഷം 1 കോടി യാത്രക്കാർ എന്ന നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സന്തോഷ വിവരം മന്ത്രി P. രാജീവാണ് പങ്കുവച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ വരും വർഷങ്ങളിലും മികവ് തുടർന്നുകൊണ്ട് സിയാൽ കേരളത്തിന്റെ അഭിമാനമായി കുതിക്കുമെന്ന് ഉറപ്പാണെന്ന് മന്ത്രി അറിയിച്ചു. 2023 1 വർഷം 1 കോടി യാത്രക്കാർ എന്ന റെക്കോർഡ് സിയാൽ പൂർത്തീകരിച്ചത്. ദക്ഷിണേന്ത്യയിൽ പ്രതിവർഷം 1 കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന 4ാമത്തെ വിമാനത്താവളമായി ഇതോടെ സിയാൽ മാറിയെന്ന് മന്ത്രി അറിയിച്ചു. സ്വകാര്യ കോർപ്പറേറ്റുകൾ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ സിയാൽ കൈവരിക്കുന്ന മികവ് പൊതുമേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 7 മെഗാ പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം മാത്രം വിമാനത്താവളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രി P. രാജീവ് പറഞ്ഞത് 1 വർഷം മാത്രം 1 കോടി യാത്രക്കാരെ സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചാണ് കൊച്ചി വിമാനത്താവളം 25ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ്. കുടുംബം ദൈവവിളിയുടെ അടിത്തറയാണെന്നും ദൈവവിളി പ്രോത്സാഹനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗാണെന്നും കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ മോഡ് ഷൈജു പര്യാത്തുശ്ശേരി. ദൈവകേന്ദ്രീകൃത കുടുംബം ദൈവവിളികളുടെ ഉറവിടവും ശക്തിയും എന്ന പഠന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള മിഷൻ ലീഗ് കേരള സംസ്ഥാന സമിതിയുടെ 2024-25 പ്രവർത്തന വർഷ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചി സെന്റ് മേരീസ് ദേവാലയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പുതിയ വർഷത്തെ പ്രവർത്തന മാർഗരേഖ പ്രകാശനം ചെയ്തു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാരനായി, കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ ഷിനോജ് പുന്നക്കൽ, അന്തർദേശീയ പ്രസിഡന്റ് ഡേവിസ് ബലൂരാൻ, ദേശീയ പ്രസിഡന്റ് സുജി പുല്ലുകാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ പുളിച്ചുമക്കൽ, BS ശരത്, ഡെനീസ് വർഗീസ്, നയന ജോസഫൈൻ എന്നിവർ പ്രസംഗിച്ചു. രാസമലിനീകരണത്താൽ പുഴയിലെ മീനുകൾ ചത്തുപൊങ്ങിയതിനു മുന്നേ കൊച്ചി നഗരത്തിലെ വായുമലിനീകരണ തോതിന്റെ ഡേറ്റ പ്രത്യക്ഷമായി. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏലൂർ ഉദ്യോഗ മണ്ഡൽ സ്റ്റേഷനിലെ തത്സമയ വായുമലിനീകരണ നിരീക്ഷണ കേന്ദ്രത്തിലെ ഡേറ്റയാണ് ഈ മാസം 17 മുതൽ അപ്രത്യക്ഷമായത്. നോ ഡേറ്റ അവൈലബിൾ എന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈവ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കാണിക്കുന്നത്.
എറണാകുളം വൈറ്റ്ല നിരീക്ഷണ കേന്ദ്രത്തിലെ ഡേറ്റ മാർച്ച് 14 മുതലും അപ്രത്യക്ഷമാണ്. ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ രാസവാതകങ്ങൾ പുറന്തള്ളിയാൽ ഈ ലൈവ് ഡേറ്റയുണ്ടെങ്കിലേ അറിയാനാകൂ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ തത്സമയ വായു മലിനീകരണ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തന്നെ. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ രാസവാതകത്തിന്റെ ഗന്ധം ഇടയ്ക്കിടെ രൂക്ഷമായും അനുഭവപ്പെടാറുണ്ട്. ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നും രാത്രിയിൽ പുറന്തള്ളുന്ന രാസവാതകം മൂലമാണിതെന്ന ആരോപണവും ശക്തമാണ്. ഏലൂരിന് പുറമെ വരാപ്പുഴ, ഇടപ്പള്ളി, ലുലുമാൾ പരിസരം, കുന്നുംപുറം, വട്ടേക്കുന്നം, പോണേക്കര, എളമക്കര എന്നിവിടങ്ങളിലും സ്ഥിരമായി ഈ ഗന്ധം അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പറവൂർ, തത്തപ്പിള്ളി ഭാഗത്തും രാസവാതക ഗന്ധം അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. ചെറിയ കുട്ടികൾക്ക് ശ്വാസം മുട്ടലും അനുഭവപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് വായുമലിനീകരണ തോത് കണ്ടെത്താനുള്ള ഡേറ്റ അപ്രത്യക്ഷമായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ മുഴുവൻ ഡിവിഷനിലും മുതിർന്ന അംഗങ്ങളുടെ സന്തോഷത്തിന് ഊന്നൽ നൽകിയാൽ കൊച്ചി നഗരം ഹാപ്പിനെസ് സിറ്റിയാകുമെന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു. തമ്മനം വിനോദ ലൈബ്രറി സീനിയർ സിറ്റിസൺ കൂട്ടായ്മയുടെ മെയ് മാസത്തെ പിറന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് എം.ആർ. ജോർജ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ജോർജ് നാനാട്, സക്കീർ തമ്മനം, ലൈബ്രറി കൗൺസിൽ പ്രതിനിധി കെ.എ. യൂനസ്, ലൈബ്രറി പ്രസിഡന്റ് കെ.എൻ. ലെനിൻ, ട്രഷറർ എം.എം. ഷംസുദ്ദീൻ, സെക്രട്ടറി വേണു മംഗലത്ത് എന്നിവർ സംസാരിച്ചു. സി രാധാമണി, കെ.കെ. രവീന്ദ്രൻ, കെ.എ. വേണുഗോപാൽ, കെ.പി. സെബാസ്റ്റ്യൻ, സി.ജെ. ഫ്രാൻസിസ് എന്നിവരുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മധുരപലഹാര വിതരണവും സംഗീത വിരുന്നും പരിപാടിയിൽ സംഘടിപ്പിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.